നൂതനമായ സമീപനങ്ങളിലൂടെ ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. പ്രത്യേകിച്ച് അവരുടെ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ കാരണം ജലപരിപാലനത്തിൽ ഇസ്രായേൽ കൈവരിച്ച നേട്ടങ്ങൾ അവിശ്വസനീയമാണ്. മൈലുകളോളം നീളുന്ന പൈപ്പുകൾ, കനാലുകൾ, തുരങ്കങ്ങൾ, ജലസംഭരണികൾ, ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവയൊക്കെ ഉൾപ്പെട്ട ഒരു സങ്കീർണമായ ദേശീയ ജലവിതരണ ശൃംഖല അവർക്കുണ്ട്. മറ്റൊരു രാജ്യത്തിനും ഇത്രയധികം ജലം ആവശ്യമില്ലായിരിക്കാം. പക്ഷേ ഇസ്രായേലിന് ഇത് അത്യാവശ്യമാണ്. ഇത്രയധികം വിലയേറിയ വിഭവമായ വെള്ളം ഇസ്രായേൽ മരുഭൂമിയിലേക്ക് ഒഴുക്കിവിടുന്നത് എന്തിനാണ്? ഇത് അതിസങ്കീർണവും ക്രിയാത്മകവുമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് ഇസ്രായേലിലെ നെഗേവ് മരുഭൂമി. ലോകത്തിലെ മറ്റ് കഠിനമായ മരുഭൂമികളെ പോലെ തന്നെയാണ് ഇവിടത്തെയും അവസ്ഥ. വേനൽ മാസങ്ങളിൽ താപനില 122 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. മഴ തീരെയില്ല. നെഗേവിന്റെ തെക്ക് ഭാഗത്ത് ഒരു വർഷം ഏകദേശം 0.9 ഇഞ്ച് മഴ മാത്രമാണ് ലഭിക്കുന്നത്. താരതമ്യം ചെയ്യുമ്പോൾ വടക്കൻ നെഗേവിലാണ് അല്പം മെച്ചപ്പെട്ട അവസ്ഥ. ഇവിടെ ഒരു വർഷം 8 ഇഞ്ചിന് മുകളിൽ മഴ ലഭിക്കാറുണ്ട്. സഹാറ മരുഭൂമിയിൽ ഒരു വർഷം ശരാശരി 4 ഇഞ്ചാണ് മഴ എന്നോർക്കണം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തെന്നാൽ ഇസ്രായേലിന്റെ മൊത്തം വിസ്തീർണം ഏകദേശം 8100 ചതുരശ്ര മൈൽ മാത്രമാണ്. ഇതിൽ 5000 ചതുരശ്ര മൈലും ഈ മണൽ നിറഞ്ഞ പാറക്കെട്ടുകളുള്ള നെഗേവ് മരുഭൂമിയാണ്. അതായത് രാജ്യത്തിന്റെ പകുതിയിലധികം ഭൂപ്രദേശവും ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഇസ്രായേലിന് ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ അതിപ്രധാന വ്യക്തിയായ ഡേവിഡ് ബെൻ ഗൂരിയോൺ എന്നും പറഞ്ഞിരുന്നത് നെഗേവിനെ വികസിപ്പിക്കണമെന്നായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇസ്രായേൽ ഭീമമായ അളവിൽ വെള്ളം മരുഭൂമിയിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത്. 1964 പൂർത്തിയാക്കിയ നാഷണൽ വാട്ടർ കാരിയർ അഥവാ ദേശീയ ജലവാഹകമാണ് ഇതിന്റെ നട്ടെല്ല്. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസംഭരണിയായ ഗലീലി കടലിൽ നിന്ന് ജനസാന്ദ്രതയേറിയ മധ്യഭാഗത്തേക്കും വരണ്ട തെക്കൻ പ്രദേശമായ നെഗേവിലേക്കും വെള്ളം പമ്പ് ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ദൗത്യം. ഏകദേശം 80 മൈൽ നീളമുള്ള പൈപ്പുകളും പമ്പിംഗ് സ്റ്റേഷനുകളും ഇതിലുണ്ടായിരുന്നു. ഇത് മണിക്കൂറിൽ 19 മില്യൺ ഗാലൻ വരെ വെള്ളം പമ്പ് ചെയ്യാൻ ശേഷിയുള്ളതാണ്. എന്നാൽ ഗലീലി കടൽ വറ്റാൻ തുടങ്ങിയതോടെ ഇസ്രായേൽ മറ്റൊരു വിപ്ലവകരമായ മാറ്റത്തിലേക്ക് തിരിഞ്ഞു. അതാണ് കടൽ ജലശുദ്ധീകരണം അഥവാ ഡീസാലിനേഷൻ. ഈ ഡീസാലിനേഷൻ പ്ലാന്റുകൾ, പ്രത്യേകിച്ച് സോറിക് പോലുള്ള അത്യാധുനിക സ്റ്റേഷനുകൾ പ്രതിവർഷം 39 ബില്യൺ ഗാലൻ വരെ ശുദ്ധീകരിച്ച വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നു. ഏകദേശം $250 മില്യൺ ചെലവിൽ ഈ സ്റ്റേഷനുകൾ എല്ലാം പ്രധാന ജലശൃംഖലയുമായി ബന്ധിപ്പിച്ചു. ഫലമോ കുറച്ചുകാലം മുൻപ് വരെ ഉപയോഗശൂന്യമായിരുന്ന മെഡിറ്ററേനിയൻ കടലിലെ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ട് നെഗേവ് മരുഭൂമിയിലേക്ക് ഒഴുകിയെത്തി. ഇസ്രായേലിന്റെ ഈ ജലവിതരണ സംവിധാനത്തിന്റെ മറ്റൊരു പ്രത്യേകത ജലനഷ്ടം വെറും 3% മാത്രമാണ് എന്നതാണ്. മറ്റു പല രാജ്യങ്ങളിലും ഇത് 20% മുതൽ 70% വരെയാണ്. അതായത് ശുദ്ധീകരിക്കുന്ന ഓരോ തുള്ളി വെള്ളവും ഇസ്രായേൽ പൂർണ്ണമായി ഉപയോഗിക്കുന്നു. മലയോര ഭൂഗർഭ ജലശേഖരവും നെഗേവിന്റെ ജലസ്രോതസ്സാണ്. ഒരു വർഷം 95 ബില്യൺ ഗാലൻ വെള്ളം ദോഷകരമല്ലാത്ത രീതിയിൽ എടുക്കാം എന്നിരിക്കെ 2023 ആയപ്പോഴേക്കും ഇസ്രായേൽ ഏകദേശം 158 ബില്യൺ ഗാലൻ വെള്ളം ഇതിൽ നിന്നും പമ്പ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ അപകടകരമാണ്. കാരണം ഭൂഗർഭ ജലശേഖരം വറ്റിപ്പോകാനും താഴെയുള്ള ഉപ്പുവെള്ളം ശുദ്ധജലത്തെ മലിനമാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇസ്രായേൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉയർന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഡീസാലിനേഷനിലായിരിക്കും. നെഗേവിലേക്കുള്ള അവസാനത്തെ ജലസ്രോതസ് പുനരുപയോഗിക്കാവുന്ന ജലമാണ് അഥവാ മലിനജല ശുദ്ധീകരണം. 2000 മുതൽ ഇസ്രായേൽ $750 മില്യൺ ഈ രംഗത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. രാജ്യത്തെ മലിനജലത്തിന്റെ 87% അവർ ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്നു. അമേരിക്കയിൽ ഈ കണക്ക് 10% പോലും എത്തുന്നില്ല എന്നോർക്കണം. ടെൽ അവീവ് പ്രദേശത്തെ ഷഫ്ദാൻ സംവിധാനം പ്രതിദിനം 97 മില്യൺ ഗാലൻ മലിനജലം ശുദ്ധീകരിക്കുന്നു. ഈ ശുദ്ധീകരിച്ച വെള്ളം പൈപ്പ് ലൈനുകൾ വഴി നെഗേവിലേക്ക് എത്തിച്ച് അവിടുത്തെ കൃഷിയിടങ്ങളുടെ 60% ഭാഗം നനയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഈ ശുദ്ധീകരിച്ച ഭൂഗർഭ മലിനജലമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? അതിൽ ഒരു വലിയ പങ്ക് ചെല്ലുന്നത് ഒരു വനത്തിലേക്കാണ്. അതെ, വരണ്ട നെഗേവ് മരുഭൂമിയുടെ ഒരു ഭാഗം ഇപ്പോൾ മരങ്ങൾ വളരുന്ന ഒരു പച്ചപ്പുള്ള പ്രദേശമായി മാറിയിരിക്കുന്നു. ഇതാണ് നെഗേവിന്റെ വടക്കൻ ഭാഗത്തുള്ള യാദിർ ഫോറസ്റ്റ്. 11 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഇത് ഇസ്രായേലിൽ നട്ടുപിടിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വനമാണ്. ഇസ്രായേലികൾ ഇവിടെ ഏകദേശം 40 ലക്ഷത്തോളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു.
ഇവിടെ 90% മരങ്ങളും അലപ്പോ പൈൻ ഇനത്തിൽപ്പെട്ടവയാണ്. ഈ വനത്തിന്റെ ലക്ഷ്യം കേവലം ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, ഇത് മരുഭൂമിയുടെ വ്യാപനം തടയാൻ വേണ്ടിയാണ്. 60 വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച യാദിർ ഇന്നും പച്ചപ്പുള്ള ഒരു മതിലായി നെഗേവിലെ മണൽ മുന്നോട്ട് വ്യാപിക്കുന്നത് തടയുന്നു. കൂടാതെ യാദിർ വനം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്ന ഒരു ഫിൽട്ടറായി പ്രവർത്തിക്കുന്നു. ഈ വനം ഈർപ്പമുള്ള പ്രദേശങ്ങളിലെ വനങ്ങളെ പോലെ തന്നെ കാർബൺ ആഗിരണം ചെയ്യുന്നു എന്ന് 15 വർഷത്തെ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് മഴവെള്ളം ബാഷ്പീകരിച്ച് നഷ്ടപ്പെടുന്നത് തടയുന്നു. മരങ്ങൾ സൂര്യരശ്മി തടയുന്നതിനാൽ ജലം മണ്ണിൽ തന്നെ നിലനിൽക്കുന്നു. ശാസ്ത്രീയ പഠനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് യാദിർ. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി, ഊർജം എന്നിവയുടെ കൈമാറ്റം അളക്കുന്ന നാസയുടെ ഫ്ലെക്സ്നെറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഇവിടം. എങ്കിലും ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കടുത്ത വരൾച്ച കാരണം വനത്തിന്റെ 5% മുതൽ 10% വരെ ഭാഗം ഉണങ്ങിപ്പോയി. കൂടാതെ കാലാവസ്ഥാ പ്രശ്നങ്ങളും ആടുകളുടെയും മറ്റും മേച്ചിലും കാരണം പുതിയ പൈൻ തൈകൾ വളരുന്നില്ല. നെഗേവ് മരുഭൂമിക്ക് അഭിമാനിക്കാൻ മറ്റൊരു കാരണമുണ്ട്. അതാണ് കൃഷി. ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. തക്കാളിയുടെ ഉൽപ്പാദനത്തിൽ ആഗോള ശരാശരിയേക്കാൾ വളരെ മുന്നിലാണ്. നെഗേവിലെ കർഷകർ സൂര്യകാന്തി, ഗോതമ്പ്, തണ്ണിമത്തൻ, ചെറുപയർ, മാതളനാരങ്ങ, ബദാം, ഒലിവ് തുടങ്ങിയവയെല്ലാം വളർത്തുന്നു. എന്തിനധികം ധാരാളം വെള്ളം ആവശ്യമുള്ള പരുത്തി പോലും അവർ മരുഭൂമിയിൽ കൃഷി ചെയ്യുന്നു. പല രാജ്യങ്ങൾക്കും ഇല്ലാത്ത ഭൂമിശാസ്ത്രപരമായ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ മൊത്തം കാർഷിക ഉൽപ്പാദനത്തിന്റെ 40% സംഭാവന ചെയ്യുന്നത് ഈ തെക്കൻ മരുഭൂമിയാണ്. ഇത് എങ്ങനെ സാധിക്കുന്നു? ജലവിതരണ ശൃംഖല, ശുദ്ധീകരിച്ച കടൽ ജലം, പുനരുപയോഗിക്കാവുന്ന മലിനജലം എന്നിവയെല്ലാം ഒരു വശത്ത്. എങ്കിലും ഈ വെള്ളം മുഴുവൻ സാധാരണ രീതിയിൽ മരുഭൂമിയിലേക്ക് ഒഴിച്ചാൽ എത്ര വലിയ സംവിധാനത്തിനും അത് താങ്ങാൻ കഴിയില്ല. ഇവിടെയാണ് കാർഷിക നൂതനത്വങ്ങൾ രക്ഷകരാകുന്നത്. 1950കൾ മുതൽ ഇസ്രായേലിൽ വ്യാപകമായ തുള്ളിനന സമ്പ്രദായം അഥവാ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഏറ്റവും പ്രധാനം. ഈ രീതിയിൽ വെള്ളം പാത്തികളിൽ കെട്ടിനിർത്തുന്നതിന് പകരം ചെടികളുടെ വേരുകൾക്ക് സമീപം ചെറിയ അളവിൽ കൃത്യമായി നൽകുന്നു. ഇത് വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കുകയും മണ്ണൊലിപ്പ്, കളകളുടെ വളർച്ച എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. സാധാരണ നനവ് രീതിയെ അപേക്ഷിച്ച് ഇതിന് ചെലവ് കൂടുതലാണ്. എങ്കിലും നെഗേവിലെ കൃഷി ലാഭകരമാക്കുന്നതിലും രാജ്യത്തിന് ആവശ്യമായ ഭക്ഷണം നൽകുന്നതിലും കയറ്റുമതി ചെയ്യുന്നതിലും ഇത് വലിയ പങ്ക് വഹിക്കുന്നു. കൃഷി മാത്രമല്ല, നെഗേവ് മരുഭൂമിയിൽ മത്സ്യകൃഷിയും സജീവമാണ്. വരണ്ട മണ്ണിൽ 50 മുതൽ 100 അടി വരെ താഴെ 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ചൂടുള്ള വെള്ളമുണ്ട് എന്ന് പല പതിറ്റാണ്ടുകൾക്ക് മുൻപ് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഴ പെയ്ത് ഭൂമിയിൽ ഊർന്നിറങ്ങി ചൂടായ ജലമാണിത്. ഈ വെള്ളം തിലാപ്പിയ, ബരാമുണ്ടി, ഗപ്പികൾ തുടങ്ങിയ മത്സ്യങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം നൽകുന്നു. ഇവിടെ ഒരു അടഞ്ഞ ലൂപ്പ് സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. മത്സ്യത്തെ ഭക്ഷണത്തിനായി വളർത്തുന്നതിനൊപ്പം അവ പുറത്തുവിടുന്ന വിസർജ്യങ്ങൾ ചെടികൾക്ക് പോഷകങ്ങളായി മാറുന്നു. ഈ പോഷകങ്ങൾ നിറഞ്ഞ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ ചെടികൾ പോഷകങ്ങളെ വലിച്ചെടുത്ത് വെള്ളം ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിച്ച വെള്ളം വീണ്ടും മത്സ്യക്കുളങ്ങളിലേക്ക് ചെല്ലുന്നു. നെഗേവ് മരുഭൂമിയിൽ 86 ഏക്കർ വിസ്തൃതിയുള്ള വാണിജ്യ മത്സ്യഫാമുണ്ട്. ഇവിടെ പ്രതിവർഷം 2000 ടൺ ബരാമുണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു. ചൂടുള്ള ഈ ജലം അടുത്തുള്ള ഒലിവ് തോട്ടങ്ങൾക്ക് നനയ്ക്കാനും ഉപയോഗിക്കുന്നു. ഇസ്രായേലിന്റെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ ഡേവിഡ് ബെൻഗൂറിയോൺ നെഗേവിന്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ അനുസ്മരിക്കുന്നു. ശുദ്ധീകരണത്തിലും പുനരുപയോഗ ഊർജത്തിലും തെക്കൻ മരുഭൂമി വടക്കിനെ സഹായിക്കുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. ഡീസാലിനേഷൻ ജലം വരണ്ട പ്രദേശങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാൻ നെഗേവ് സഹായിക്കുന്നു. ധാരാളം സൂര്യപ്രകാശവും വിസ്തൃതമായ ഭൂമിയും നെഗേവിനെ സൗരോർജ പദ്ധതികൾക്ക് അനുയോജ്യമാക്കുന്നു. ബീർഷവയ്ക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന അഷേലിം പവർ പ്ലാന്റ് ഇതിന് ഒരു പ്രധാന ഉദാഹരണമാണ്. പരാബോളിക് ട്രഫ് പ്ലാന്റ് സൂര്യപ്രകാശത്തെ ഒരു പൈപ്പിലേക്ക് കേന്ദ്രീകരിക്കുന്ന റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് താപ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് 4.5 മണിക്കൂർ വരെ ഊർജം സംഭരിക്കാൻ ശേഷിയുള്ളതാണ്. സോളാർ കളക്ടർ ടവർ ഇവിടെ 50,600 ഹീലിയോസ്റ്റാറ്റുകൾ സൂര്യപ്രകാശത്തെ 853 അടി ഉയരമുള്ള ഒരു ടവറിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നു. ഈ ടവർ ഒരു വർഷം 320 ജിഗാവാട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് 1,20,000 വീടുകൾക്ക് വൈദ്യുതി നൽകാനും നെഗേവിലെ കാർഷിക ആവശ്യങ്ങൾക്കും മതിയാകും. ഡേവിഡ് ബെൻഗൂറിയോൺ പറഞ്ഞതുപോലെ നെഗേവ് ഇസ്രായേലിന്റെ സൃഷ്ടിപരമായ സാധ്യതയുടെയും നൂതന ഊർജത്തിന്റെയും ഒരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷയിൽ രാജ്യം മികച്ച വിജയം നേടിയെന്ന് നിസ്സംശയം പറയാം.
ഇസ്രായേലിന്റെ ഈ ജലവിപ്ലവം ലോകത്തിന് തന്നെ ഒരു പാഠമല്ലേ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കുറിക്കൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.